നേരമായില്ല ഫോൺ വിളിക്കാൻ പോയിട്ട്. ഇവിടെയാണെങ്കിൽ പൂജ സ്റ്റാർട്ട് ചെയ്യാറുമായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ കൂടെ നോക്കി നിന്നാൽ മതിയോ? എനിക്കറിയില്ലല്ലോ ഒന്നും. ഈശ്വര, അവളെ കണ്ടിട്ട് പാവം തോന്നുന്നു. വേണ്ട, അങ്ങോട്ടേക്ക് നോക്കുക വേണ്ട. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ പൂജ നടക്കുന്ന ഭാഗത്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കി തട്ടിക്കൊണ്ടു പോയാലോ? മഹാദേവ, ഈ പൊട്ടം മരുന്നിന് എൻ്റെ അടുത്ത് വന്നതൊക്കെ പറയുന്ന. അയ്യോ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, പ്രാർത്ഥിക്കുക, പോവുക. എന്നാൽ നിൻ്റെ പിറന്നാളാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവളെ കണ്ട അപ്പം തീർക്കാനും നിൽക്കണ്ട. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഫോട്ടോ ഞാൻ കണ്ടത് നല്ല രസമാണ് കാണാൻ. എൻ്റെ മഹാദേവ, ഞാൻ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ കേൾപ്പിക്കുന്നത്? എവിടെ പോയി കിടക്കുക പണ്ടാരം? ഇവിടെ ഉണ്ടായിരുന്ന കാണല്ലോ. എവിടെടി? ആൻറ്റി, നേരിൽ താഴെ വീണ് പോയി. പാറു, ശ്രീ പാറു, ഇവള് നോക്കുന്നുമില്ലല്ലോ. അവന്മാർ കേട്ടാ. എടാ, ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, കണ്ടിട്ട് കല്യാണം കഴിഞ്ഞില്ല എന്നാ തോന്നുന്നത്. ഭഗവാനെ, ഇനി ഇവന്മാർ അവളെയാണോ പറയുന്ന? ഈ പെണ്ണിനെ ഞാൻ... സാരമില്ല, ആൻറ്റി തൊടുത്തു, ഞാൻ എടുത്തുതരാം. എല്ലാവരും ഭഗവതിയുടെ താലി തൊട്ട് തൊഴുതിട്ട് തന്നോള്, നമുക്ക് ചാർത്താം. ഇതാ മോനെ. എൻ്റെ അമ്മ, ഇതെങ്ങനെയാപ്പോൾ? ഈശ്വര, ഇതെന്താ താലിയോ? ഭഗവാന്, സാറായിരുന്നു. പന. ഷട്ട്. ഇങ്ങോട്ട് വാ. അവിടെയാണെന്ന് തോന്നുന്നു. സാർ എന്താ ഈ കാണിക്കുന്നത്? സാറിന് അത്രയ്ക്ക് ബോധമില്ലേ? ഇത് സാർ കുട്ടിക്കളി. ഇങ്ങോട്ട് വാടി. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനക്കേ നമോ നമഃ. ചന്ദ്രചൂഡ. എന്റെ മഹാദേവ, എന്തൊക്കെയായി നടക്കുന്നത്? സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരക്ഷരം മിണ്ടരുത്, ശബ്ദിക്കാതെ നിന്നോളാം, പറയാം. എടാ, ആ പെണ്ണല്ലടാ, അത് കല്യാണം കഴിഞ്ഞ പെണ്ണ, ഭർത്താവ് അടുത്തുണ്ട്. ഇതിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, ആരടുത്തെങ്കിലും ചോദിച്ചു നോക്കാം. ആ എടുത്തി, ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടോ? ഒരു ശ്രീ പാർവതി എന്ന് പേരുള്ള, കുറച്ച് വെളുത്തിട്ട്. ആ മോളാണോ? ആ മോള് അകത്തുണ്ടല്ലോ. എൻ്റെ നേരിലെടുത്തുന്ന കുട്ടിയാ. പൂജ സ്ഥലത്തുണ്ട്, പോയി ചെന്ന് നോക്കിക്കോളൂ. ഇവരെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? എനിക്കിവരാരാന്ന് അറിയില്ല. നിനക്കറിയില്ല, പക്ഷെ അവർക്കറിയാം. നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആരോ ഏർപ്പാട് ചെയ്താ അവരെ. എന്നെ തട്ടിക്കൊണ്ട് പോകാനോ? ഈശ്വര, ആരാത്? ഞാൻ ആർക്കും ഒരു തെറ്റും... നിന്നെ മോങ്ങാത്തടി കോപ്പേ. നീ എന്തിനാ ഈ സമയത്ത് അമ്പലത്തിൽ ഒറ്റയ്ക്ക് വന്നത്? നിനക്ക് അത്രയ്ക്ക് അറിയില്ലേ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന്? ശരി, അതൊക്കെ പോട്ടെ. അവർ സിന്ദൂരവും താലിയില്ലാത്ത പെണ്ണെ തേടി നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത്. ദേവിയുടെ താലിയല്ലേ, നീ പോയി താലി ഉരി വെച്ചിട്ട് പുറത്തേക്ക് വാ. അകത്ത് അവരില്ലേ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ വരുമോ? പേടിക്കണ്ട, ഞാൻ നിൻ്റെ ചുറ്റും തന്നെ ഉണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ താലി ഉരി വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് സിന്ദൂരം വാരി തലവഴി കൂടെ ഇട്ടോ. എന്നിട്ട് താലം തട്ടി മറിഞ്ഞ് തലയിൽ കൂടെ വീണാണെന്ന് പറഞ്ഞാൽ മതി. അതാകുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. അല്ലെങ്കിൽ ഈ സിന്ദൂരം ഇന്ന് പോകും തോന്നുന്നില്ല. നീ പോകുന്നവരെ ഞാൻ ഈ പരിസരത്തുണ്ടാവും. ശരി, ചെന്നൂരി വെക്കുക. സാർ, താങ്ക് യു, അവരെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന്. അവളെ കോപ്പിലെ താങ്ക് യു. നിനക്ക് ഞാൻ തരാടി. നീ കോളേജിൽ വാ, ഈ തല്ലിയതിന് ഞാൻ അവിടെ ഇട്ട് തരാം. ഈശ്വര, അവന്മാരെ കയ്യിൽ പെടുന്നതിനേക്കാളും മോശമുണ്ടല്ലോ ഇവളെ കയ്യിൽ പെട്ട. അല്ല, നീ എങ്ങനെയാ ഒറ്റയ്ക്ക് വന്ന? നിൻ്റെ കൂടെ ആരും വന്നൊന്നുമില്ലേ? അമ്മാവൻ കൂടെ വന്നതാ. ഫോൺ വിളിക്കാൻ വേണ്ടി പുറത്തു പോയി. അമ്മാവനാണോ കൂടെ വന്നത്? ശരി, അയാൾ വരണതിന് മുന്നേ ഇതൊക്കെ ഊരി മാറ്റിക്കും. ഇല്ലെങ്കിൽ നിന്നെ വെട്ടിക്കയറി അടുപ്പിൽ വെക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോ. ഞാനിവിടെ തന്നെ കാണാം. നീ പോവുള്ളൂ. ആ മരി പെണ്ണിന് പൊക്കിന്ന് പറഞ്ഞിട്ടല്ലേ മെസ്സേജ് ഇട്ട്. അപ്പോൾ അകത്തേക്ക് പോകും. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംശയിക്കും. ഈശ്വര, ഒരു മിനിറ്റ് കൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെയായി സംഭവിക്കുന്ന? ഈ നടന്നതൊക്കെ എനിക്ക് നല്ലതിനാണോ? അയ്യോ, നടയടയ്ക്കാറായല്ലോ കുട്ടിയെ. ഇപ്പോഴാണോ തൊഴാൻ വേണ്ടി വരുന്നത്? അത് പൊട്ടി. ഞാൻ ഈ താലി ഉരി മാറ്റാൻ വേണ്ടി വന്നതാ, ദേവിക്ക് നൽകാൻ. ഇന്നാണോ മോളെ ഈ താലി നീ ചാർത്തിയെ? അതെ, കുറച്ച് മുമ്പ് കിട്ടിയതാ ഈ താലി. മാറ്റി പൊന്നില് താലി ഇടാനായിരിക്കും. എന്നാ ഇന്ന് വേണ്ട കുട്ടിയെ. 3 ദിവസം കഴിയാതിട്ട കെട്ടിയ ആൾക്ക് ആപത്തുണ്ടാവും. അതുകൊണ്ടാ. പിന്നെ കുട്ടിയുടെ ഇഷ്ടം. അർച്ചന താലത്തി വെച്ചിട്ടുണ്ട്, എടുത്തോളാ. ഈശ്വര, ഞാൻ ഈ താലി ഉരിയ സാറിന് എന്തെങ്കിലും എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട. അവള് പോറ്റി പറഞ്ഞ കേട്ടിട്ട് താലി ഉരുന്നില്ലല്ലോ. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് ഉള്ളിൽ പേടിയുണ്ടോ അവൾക്ക്? പാറൂല്ലേ തോന്നിക്കുന്ന. പിന്നെ ഇവന്മാർ ആരെ ഈ പൊക്കിക്കൊണ്ട് പോയത്? എന്താ ചെയ്യാ? അമ്മാവൻ ഇത് എവിടെയായിരുന്നു? പൂജയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി. എന്താ? ഞാൻ കുറച്ച് അല്ല, നിന്റെ നെറ്റിയിലകത്ത് ഇതെന്താ ഇത്രയ്ക്ക് സിന്ദൂരമൊക്കെ? അത് രാജിയുടെ കൈ തട്ടി താലം തലയിൽ കൂടെ വീണു. അങ്ങനെ പറ്റിയതാ. അത് തൂത്ത് കളഞ്ഞിട്ട് പോകുന്നില്ല. ശരി, നമുക്ക് വീട്ടിൽ പോവാം.
പൂജയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ലേറ്റ് ആയില്ലേ, ബാ. ആ ശരി അമ്മാവ, പോവാം. വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻമുഖമെങ്ങനെ കാണും, ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻമൊഴി എങ്ങനെ കേൾക്കും, നീ പെയ്തു ഈശ്വര, ഈ സിന്ദൂരം എത്ര മാച്ചിട്ടും പോകുന്നില്ലല്ലോ. എന്തൊക്കെയാണ് നടന്ന്? എനിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സിന്ദൂരം ഇട്ട സമയം മഹാദേവ, ഞാൻ നിന്നെ ഒരു നിഴൽ പോലെ കണ്ട പോലെ. ഇനി എൻ്റെ ഉള്ളിൽ തോന്നിയതായിരിക്കും അതൊക്കെ. ഈ സിന്ദൂരത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ? എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ചിലപ്പോൾ അല്ലെങ്കിൽ വേണ്ട. വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻമുഖമെങ്ങനെ കാണും, ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻമൊഴി എങ്ങനെ കേൾക്കും, നീ പെയ്തു എനിക്ക് ഉറങ്ങണം. ഇത് എത്ര നേരം ഇതിനെ റിപ്പീറ്റ് ചെയ്ത് സ്വപ്നത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന. അതൊക്കെ കഴിഞ്ഞു. എന്നെ ഇതിൽ ഉറങ്ങാൻ വിട് സ്വപ്നമേ. എനിക്കു മാത്രം തനിച്ചു കാണാൻ ഇന്ന് ആരും സ്റ്റാഫ് റൂമിൽ പോയി സാറിനെ കണ്ടിട്ട് പറയണം. ഇതൊന്നും ആരുടെ പറയരുത്. പ്രത്യേകിച്ച് സഞ്ജയേട്ടനോട് പറയരുത്. എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാമെന്നൊക്കെ അറിഞ്ഞാൽ സഞ്ജയേട്ടൻ തിരക്കിപ്പോവും. പിന്നെ അമ്മാവനറിയും. അതോടെ എൻ്റെ പഠിത്തം പോവും. സാറിനടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതാർത്തും പറയിപ്പിക്കരുത്. പറു, നീ ഇവിടെ നിൽക്ക്. ഞാനൊന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് തരാം. എങ്ങും പോവല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനിവിടെ നിന്നോളാം. സഞ്ജയേട്ടൻ പൊക്കോ. സഞ്ജയേട്ടൻ കാണാതെ വേണം സാറിനെ കാണാൻ. ഇപ്പോൾ ഓടിപ്പോയാലോ? എന്താ ചെയ്യുക? ഞാൻ പോയാൽ സഞ്ജയേട്ടൻ... നീ പാറു, നീ എന്താ നേരത്തെ വന്ന് ഇവിടെ നിന്ന് ആലോചിക്കുന്നത്? എന്താടി? മീനു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം. സഞ്ജയേട്ടൻ വന്നാൽ നീ എന്തെങ്കിലും പറഞ്ഞിവിടെ പിടിച്ചു നിർത്തണേടി പ്ലീസ്. എൻ്റെ കൂടെ പറഞ്ഞുവിടല്ലേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പറഞ്ഞു വിട്ടോ. എടി, കാര്യം എന്താന്ന് പറ. കാര്യം പറയാതെ ഞാൻ എന്ത് പറഞ്ഞ് പിടിച്ചു നിർത്താനാ? ഡി പോയോ? ഇവക്കിതെന്താ പറ്റിയ? അയ്യോ, ഞാനിന്ന് രാവിലെ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു. അതാണ് മുഖത്തൊരു വല്ലായ്മ. ഈ കാറ് നോക്കിയിടാം. കൊള്ളാലോ, നല്ല സുന്ദരിയാണ് ഞാൻ. ഇത് മീനാക്ഷിയല്ലേ? ഇവളിതെന്താ കാണിക്കുന്നത്? സഞ്ജയ് സാറോ ഇതിനകത്തോ? നീ എന്താടി വീണ് പ്രാക്ടീസ് ചെയ്യുകയാണോ? എപ്പോൾ കണ്ടാലും ഇത് തന്നെയാണല്ലോ. അത് ഞാൻ ആ കാറിലാരും ഇല്ലയെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ പേടിച്ച് പോയതാ. പിന്നെ ഇത് ആരോടും പറയല്ലേ. പിന്നെ ശരി സാർ, എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ഞാനായിട്ട് നീ ആരോടും പറയണ്ട. എല്ലാവരും കണ്ടു എന്നാ തോന്നണം. കോളേജിനെ നടുക്കല്ലേ ഒന്ന് വീണ. എന്നാൽ ശരി സാർ, ഞാൻ ക്ലാസ്സിലോട്ട് പോട്ടെ. എനിക്ക് തീരെ നിൽക്കാൻ വയ്യ. എൻ്റെ അമ്മ, എൻ്റെ നടു. പാവം, നന്നായിട്ട് വീണു തോന്നുന്നു. നടക്കാൻ പോലും വയ്യ അവക്ക്. ഈശ്വര, ശിവസാറ് വന്നില്ലേ? അല്ലെങ്കിൽ വരുന്നതാണല്ലോ നേരത്തെ. ഇനിയാൾ വരില്ലേ? നീ എന്താടി ഇവിടെ? அந்த நாளில் அந்த நேரம் உன்னை பார்த்தேன் கண்ணம்மா, அந்த பார்வை ஒன்று സോറി, ഞാൻ പെട്ടെന്ന് സൗണ്ട് ഇട്ടപ്പോൾ കാല് തെന്നിപ്പോയതാ. എനിക്ക് ഷോളെൻ്റെ കാലിൽ കുടുങ്ങി. ഞാൻ എണീക്കാദ്യം. ഇവളെ കഴുത്തിൽ താലി കാണുന്നില്ലല്ലോ. ഇവളെ ദൂരം മാറ്റിക്കണം. അതവക്ക് ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. സോറി, പെട്ടെന്ന് സൗണ്ട് ഇട്ടപ്പോൾ കാല് തെന്നിപ്പോയി. അല്ല, നീ ഇന്ന് രാവിലെ സ്റ്റാഫ് റൂമിൽ സഞ്ജയ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതോ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വന്നതൊന്നുമല്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് സാർ ഇന്നലെ അമ്പലത്തിൽ നടന്ന കാര്യമൊന്നും സഞ്ജയ് സാറിനോട് പറയരുത്. സഞ്ജോട്ടിനറിഞ്ഞാൽ അത് അന്വേഷിക്കാൻ പോകും. പിന്നെ അമ്മാവനറിയും. എന്നാൽ എൻ്റെ പഠിത്തം സ്റ്റോപ്പാവും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്ന. അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിലൊരു പ്രശ്നമുണ്ടല്ലോ. അതെന്താ പറയാതിരിക്കാൻ പറ്റാത്ത? എന്ത് പ്രശ്നമുള്ള? ഓ, എൻ്റെ ഭാര്യയ്ക്ക് മറന്നുപോയോ? ഭർത്താവ് ഓർമ്മിപ്പിച്ചു തരാം. ഇന്നലെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ നീ ചൂടോടെ ഒരു സമ്മാനം തന്നില്ലേ? അതിന് നീ പ്രായച്ചിത്തം ചെയ്യണം. അത് പെട്ടെന്നൊക്കെ കഴുത്തിൽ വന്ന് താലി കെട്ടിയ ആരായാലും പതറിപ്പോവില്ലേ? അതറിയാതെ തന്നതാ. അതിനിപ്പം ഞാൻ എന്ത് പ്രായച്ചിത്തം ചെയ്യേണ്ട? അടിച്ച സ്ഥലത്ത് ഒരു ഉമ്മ വന്നിട്ട് പൊക്കോ. ഞാൻ ആരോടും പറയില്ല. സോറി സാർ, എനിക്കതൊന്നും പറ്റില്ല. സാർ വിചാരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയല്ല ഞാൻ. എന്നെ കൊണ്ട് പറ്റില്ല. എന്നാൽ സഞ്ജയോട് ഞാൻ എല്ലാം പറയും. നിന്റെ പഠിത്തം സ്റ്റോപ്പായാലും എനിക്കെന്താ, ഒരു കുഴപ്പമില്ല.
സാർ അങ്ങനെ ചെയ്യരുത് പ്ലീസ്. സാർ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? ആ പാറു, നീ ഇവിടെ നിൽക്കുകയാണോ? നീ അറിഞ്ഞോ നിന്റെ നിഴലിതാ അവിടെ മൂടും കുത്തി വീണു. നടക്കാൻ പോലും വയ്യാതെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ആരാ സഞ്ജോട്ടാ? മീനാക്ഷിയാണോ? അവള് വീണോ? ബാലൻസ് ഇല്ലാതെ വീണത്. അയ്യോ അല്ല, നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നോ? അതെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുമായിരുന്നു. സാറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യണമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്, അല്ലേ പാർവതി? എന്നാ പറഞ്ഞു, എന്താ? സഞ്ജോട്ടാ, അതത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമല്ല. അത് പിന്നെ നമ്മൾ പ്രാക്ടീസിൻ്റെ കാര്യം പറയുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡാൻസ് അറിയില്ലല്ലോ. അപ്പോൾ സഞ്ജോട്ടിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എത്ര പെട്ടെന്ന് ഇവളും അവനെ മാനേജ് ചെയ്തത്. ഓ അതാണോ? അത് ഞാൻ പഠിപ്പിച്ചുതരാം രണ്ടാൾക്കും, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സഞ്ജോട്ടാ, ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ്സിൽ പോവാന്നേ. മീനു, നിനക്കെന്തെങ്കിലും പറ്റിയോ? നീ മൂളും കുതി കോളേജിൻ്റെ ഫ്രണ്ടിൽ വീണെന്ന് സഞ്ജോട്ടൻ പറഞ്ഞു. എന്താടിയെ പറ്റിയ? കലമടൻ അവിടെ വന്നത് പബ്ലിക്കാക്കിയോ? ദുഷ്ടൻ. അവരോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞതാ. സാരല്ല, പോട്ടെ. ഞാനും ശിവസാറ് മാത്രമേ കേട്ടുള്ളൂ. ബെല്ലടിച്ചു. വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. നമുക്കൊരു നോട്ടീസ് ഉണ്ട് ഫ്രം പ്രിൻസിപ്പൽ. വേറെ ഒന്നുമല്ല, ഈ മാസം ലാസ്റ്റ് നിങ്ങൾക്കൊരു പിക്നിക് ഉണ്ട്. ഈ പിക്നിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകാർക്കും ആയിരിക്കും. അതായത് നിങ്ങളും അതിലുണ്ടെന്ന് അർത്ഥം. ഇത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ്, നോട്ട് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളൊരു പേര് കൊടുക്കുക. അഖിൽ ആരൊക്കെ വരുന്നെന്നുള്ളത് എഴുതി വാങ്ങിച്ചോളൂ. മീനു, നീ പേര് എടുക്കുന്നുണ്ടോ? നമുക്ക് പോവാടി. നമുക്ക് പിക്നിക് അല്ലേ, പോയി അടിച്ചു പൊളിക്കാം. വാടി പ്ലീസ്, ഒന്ന് പോടി. എഡ്യൂക്കേഷൻ ബേസ്ഡ്, അല്ലാതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല. പിന്നെ എൻ്റെ അമ്മ ഇതിനൊന്നും വിടില്ല. പിന്നെ എനിക്കും വയ്യ. അവിടെ പോയാലും ഇങ്ങനെ മോന്തയല്ലേ കാണാം. ഞാനില്ല എന്തായാലും. നീ പോയിട്ട് വാ, എന്നിട്ട് കഥ പറഞ്ഞു തന്നാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, എൻ്റെ ഫിസിക്സിലെ 10 മാർക്സ് സി മാർക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് സി മാർക്ക് ആവശ്യമുള്ളവർ മാത്രം ഈ പിക്നിക്കിന് വന്നാൽ മതി, അല്ലാത്തവർക്ക് ലീവാക്കാം. ഇയാളെ കൊണ്ട് ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടത്. ഇനി നീ എങ്ങനെയാ? നിനക്ക് സി മാർക്ക് വേണ്ടേ മോളെ? ഇയാൾ എന്നെയും കൊന്നിട്ട് ഇവിടുന്ന് പോകണം തോന്നണം, നാശം പിടിക്കാൻ. അപ്പം നമ്മുടെ പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ എല്ലാവർക്കും നോട്ട്സ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ പോർഷൻ അതിലുണ്ട്. സോ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമുക്ക് 2 പ്രാക്ടീസ് റൂമുണ്ട്, ഇതും അപ്പുറത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിൽ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജിതിനെ, എന്തുവാടാ ഇത്? ഇതൊരു വീടിൻ്റെ ആധാരം പോലെ ഉണ്ടല്ലോ. പഠിത്തം കഴിഞ്ഞ് പ്രൊഫസറായപ്പോൾ വിചാരിച്ചു ഇനി പഠിക്കണ്ടല്ലോ. ഇതിപ്പോൾ എന്താടാ? ഇത്രയും പഠിച്ച് പാടേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വരാ. പാറുവാ, നിനക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ സ്ലോ മോഷൻ ആദ്യം പഠിപ്പിച്ചു തരാം. വാ, ആ കണ്ണാടി നോക്കി നമുക്ക് കളിക്കാം. വാടോ. അത് പിന്നെ സഞ്ജോട്ടാ, ഞാൻ അപ്പോൾ പറഞ്ഞതല്ലേ, ഇപ്പം ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാം. വാടോ, ഒന്ന് ട്രൈ ചെയ്യാം. ശരി. ഉണ്ണിറക്കത്തിലെ എന്നായുൾ വരെ ഉണ്ണരപ്പിനിലെ വേറെന്ന വേണ്ടും ഉലകത്തിലെ ഇവളത് മനുഷ്യനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. ഏഴ് ജന്മം வாழ்ந்திருப்பே അക്കം പക്കം യാരുമില്ല. മൂമെന്റ്സ് ഒന്നും ശരിയല്ല, അങ്ങോട്ട് നോക്കരുത്. ഫോക്കസ് ഓൺ നോട്ട്. இந்த இன்பம் போதும் നെഞ്ചിനിലെ ഏഴ് എൻ്റെ കൃഷ്ണ, ഇയാളെ മനുഷ്യനെ വഴിതെറ്റിക്കുമല്ലോ. കണ്ടിട്ട് കൊതിയാവുക. ഭൂലോകം വേണ്ടും. സഞ്ജോട്ടാ, ഞാൻ തളർന്നു. ഇനി ഞാനില്ല. എനിക്ക് ഡാൻസ് വേണ്ട. ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാ. എന്നെ കൊണ്ട് വയ്യ. ഞാൻ പാട്ട് പഠിച്ചോളാം, ഡാൻസ് വേണ്ട. ഇവള് താലി മാറ്റിയില്ലേ? ഡാൻസ് കളിച്ച് സ്വെറ്റ് ചെയ്തപ്പോൾ താലി കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ സഞ്ജയ് കണ്ട സീനാവൂലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ജിതിനെ, എനിക്കിവിടെ ഇരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഡാൻസിൻ്റെ സൗണ്ടൊക്കെ അല്ലേ. ഞാൻ അപ്പുറത്ത് പോവുക, അവിടെ ആകുമ്പോൾ ക്ലിയർ ആയിരിക്കുമല്ലോ. എന്നാൽ പാറു കൂടെ അപ്പുറത്ത് പോകും. പാറു പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവുമല്ലേ. ഇവിടെ ഇരുന്ന ഡാൻസിൻ്റെ മ്യൂസിക് കാരണം നിങ്ങൾക്ക് നടക്കില്ല. അപ്പുറത്ത് പോയി പ്രാക്ടീസ് ചെയ്തോ. സാറ് പറഞ്ഞ കറക്റ്റ്. ശ്രീപാർവതി അപ്പുറത്തെ ക്ലാസ്സിലേക്ക് വന്നോ? ഇയാളുടെ നോട്ടൊന്നും ശരിയല്ലല്ലോ. എന്തോ പന്തികേടുണ്ടല്ലോ. ഇയാളുടെ കൂടെ പോകണോ? എല്ലാ പേരും ആയില്ലേ? ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ തെവിച്ച, നീ എന്തായി നോക്കുന്നേ? ഞാൻ ഈ ഹായ് പറയാനുള്ളവരെ പേരൊക്കെ എഴുതി വെച്ചത്. ആരെങ്കിലും മിസ്സായി പോയാൽ സൈഡാവില്ലേ, അതുകൊണ്ടാണ്. എല്ലാവരും ഉണ്ട്. നിനക്ക് മാത്രമല്ല, എനിക്കുണ്ട് ഒരുപാട് പേർക്ക് ഹായ് പറയാനും ലവ് യു പറയാനും. എന്നാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അഞ്ജലി നായർ, സീന, നിത, ചിന്നു, റിഷാന, ഫാത്തിമ, ഫിദ, അർച്ചന, പ്രജീഷ, ദിവ്യ, സനു, റസിയ, സൈഫ് ഖാൻ, നിത, നയന, നാജ, നജ്മ, ഗൗരി, മാളു, മുബി, ഹൈറ,
ദേവു, ആവു, ബെൻഡൻസ്വൽ, ദിയ, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ഹായ്. ഐ ലവ് യു സോ മച്ച്. ഇനി ഞാൻ പറയാം ഹായ്. മിസിയ, ചിന്നു, ജാസ്മിൻ, ശീതൽ, അനീഷ്, ശ്രീ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ലവ് യു സോ മച്ച്. ബൈ, ടാറ്റാ, സി യു നെക്സ്റ്റ് വീഡിയോ. കുക്കി പോലെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാനുണ്ട്. നിൽക്കവിടെ. എന്താ തെവിച്ചാ പറയ്. കുക്കി ദേ അങ്ങോട്ട് നോക്കിയേ. പക്ഷേ ഈ പിള്ളേർക്ക് എന്താ കാരണം? പോ അവിടെ നിന്ന്, എനിക്ക് നാണം. ഓ, അവളെ നാണം കണ്ടില്ലേ? അപ്പോൾ കുക്കി എങ്ങനെ നമുക്കിന്ന് സെറ്റായാലോ? ആർക്കാണ് അവിടെ സെറ്റ് ആവേണ്ടത്? ഇങ്ങോട്ട് വാ, ഞാൻ ആക്കി തരാം. ഞാൻ ഉറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ് പിള്ളേരെ. ഇങ്ങനെ ഒന്നിനും സമ്മതിക്കൂല പന്നക്കളവൻ.